നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നാട്ടിൻപുറത്തെ നാടൻ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന മുട്ടക്കറിയില്ലേ, ആ ഒരു മുട്ടക്കറിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇന്നിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം. എന്നൊരു ഈസി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 4 മുട്ട കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 നേരത്തേക്ക് വേണ്ട കറിയാണ്. കുറച്ച് ഉപ്പും അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊട്ടിയിളകി പോകാതിരിക്കാനൊക്കെ വേണ്ടിയാണ്. കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു വിസിലിന് നമുക്കങ്ങ് ഓഫായി കൊടുക്കാം. വേണമെങ്കിൽ 2 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് 7-8 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു 3 സവാള നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ തിളച്ച വെള്ളം അങ്ങ് ആ സിങ്കിലേക്ക് അങ്ങ് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ എന്ത് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് നശിച്ച് പോയിക്കോളുകയും ചെയ്യും. ആ മുട്ട വേറൊരു പാത്രത്തിലേക്കിട്ട് വെള്ളം അങ്ങ് ഒഴിച്ചു വയ്ക്കുകയാണ്, തണുത്ത വെള്ളം. അതാകുമ്പം പൊളിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ആ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ സവാള 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പെരിഞ്ചീരകം ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ഇട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം പഞ്ചസാര ഒന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് ഉള്ളി കാരമലൈസ് ചെയ്ത് കിട്ടും. നമുക്ക് ചെറുതായിട്ട് ഒരു കാരമലൈസ് ചെയ്ത് വരുന്നതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കറിക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരയോട് ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒന്ന് വഴന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോൾ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അടി പിടിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നുണ്ട്. കുറച്ച് ആ സവാളയുടെ ആ ഒരു കാരമലൈസ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമായിട്ട് ഒഴിക്കുന്നത്. അത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 വിസിലിന് ഓഫാക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും സവാളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല ഒരു കറിയായിട്ട് വരും. ആ സമയത്ത് നമുക്ക് മുട്ടയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് വെക്കാം. അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം സൈഡിലാകുമ്പോഴത്തേക്കും മുട്ടക്കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് സവാളയൊക്കെ. ഇതിലേക്ക് നമുക്ക് പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ട അവിടെ ചേർത്ത് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ. കുറച്ച് സമയം 1-2 മിനിറ്റ് ഒന്ന് തിളച്ചിരുന്നാൽ മതി. പിന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരുപാട് വറ്റണ്ട, ഒരു ചാറോട് കൂടി നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഇതിൽ ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. പണ്ടത്തെ നാടൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മുട്ടക്കറിയില്ലേ, അതുപോലത്തെ ഒരു മുട്ടക്കറിയാണ്. അതിലേക്ക് ഇപ്പം ഇച്ചിരി മധുരത്തിൻ്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും വേണ്ടി വരും, എന്നാലേ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി പെരിഞ്ചീരകം പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുമ്പോൾ. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ? അതപ്പോൾ നമ്മുടെ അപ്പവും റെഡിയായി. ഇത് തേങ്ങയില്ലാത്ത ഈസി അപ്പമാണ്. നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? നാടൻ ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറിയാണ്. ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.